ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ്. ഫസ്റ്റ് വേൾഡ് വാർ ഓർ ദ ഗ്രേറ്റ് വാർ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം 1919 മുതൽ 1918 വരെയാണ്. കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കാരണമായി. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1914 മുതൽ 1918 വരെയാണ്. ഈ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കാരണമായി. അപ്പോൾ കോളനികളും കമ്പോളങ്ങളിലും അധികാരം സ്ഥാപിക്കാനുള്ള മത്സരമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടന്ന മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ കോളനികൾക്ക് വേണ്ടി നടന്ന മത്സരമാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ ശത്രുത വളരുകയും അത് സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തത്. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. അപ്പോൾ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ തർക്കത്തിൽ തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവരെ മിത്രങ്ങളായും മറുവശത്ത് നിൽക്കുന്നവരെ ശത്രുക്കളായും കണ്ട് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ ഈ യുദ്ധത്തിനും രണ്ട് ചേരികളുണ്ടായിരുന്നു. അതിലൊന്ന് ത്രികക്ഷി സഖ്യവും മറ്റൊന്ന് ത്രികക്ഷി സൗഹാർദ്ദം എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത്തരം സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചു. രാജ്യങ്ങൾ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാനും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. യൂറോപ്യൻ ശക്തികൾ തമ്മിൽ ആരംഭിച്ച് പിന്നീട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ച ഒരു യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. അപ്പം ഇത് എന്തിലേക്കാണ് പോയത്? ഇത്തരം സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിലൊരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. രാജ്യങ്ങൾ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. യൂറോപ്യൻ ശക്തികൾ തമ്മിൽ ആരംഭിച്ച് പിന്നീട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ച ഒരു യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. വളരെയധികം വിനാശകാരിയുമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തെ കേന്ദ്ര ശക്തികളെന്നും ത്രികക്ഷി സൗഹാർദ്ദത്തെ സഖ്യശക്തികളെന്നും പറയപ്പെടുന്നു. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവയാണ്. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത് കേന്ദ്ര ശക്തികളെന്നും ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്നത് സഖ്യശക്തികളെന്നും അറിയപ്പെട്ടു. ത്രികക്ഷി സഖ്യത്തിൽ ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് തീവ്രദേശീയത. എന്താണ് തീവ്രദേശീയത എന്നുള്ളത്? സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണ് തീവ്രദേശീയത. മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൊണ്ടുവന്ന മാർഗമായിരുന്നു തീവ്രദേശീയത. അപ്പോൾ എന്താണ് തീവ്രദേശീയത? സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണ് തീവ്രദേശീയത. മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൊണ്ടുവന്ന മാർഗമാണ് തീവ്രദേശീയത എന്ന് പറയുന്നത്. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് തീവ്രദേശീയയുടെ പ്രത്യേകത. അപ്പം തീവ്രദേശീയയുടെ പ്രത്യേകത എന്താണ്? സ്വന്തം രാജ്യമാണ് ശ്രേഷ്ഠം, അവർ ചെയ്യുന്ന കാര്യമാണ് ശരി, അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ തീവ്രദേശീയയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അതായത് അവർ തെറ്റ് ചെയ്താൽ പോലും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് തീവ്രദേശീയത എന്ന് പറയുന്നത്. തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികരണ പ്രസ്ഥാനം എന്നിവ. അപ്പോൾ തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികരണ പ്രസ്ഥാനം എന്നിവ. അപ്പോൾ നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന്
നോക്കാം. വ്യാവസായിക വിപ്ലവം കാരണം അമിതോൽപാദനം ഉണ്ടായി. ഇത് കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്തിലേക്കും നയിച്ചു. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു കിഴക്കൻ യൂറോപ്പിൻ്റെ ഭൂരിഭാഗം പ്രദേശവും. അപ്പം കിഴക്കൻ യൂറോപ്പിൻ്റെ ഭൂരിഭാഗം പ്രദേശവും ഏത് സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു? ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. അപ്പോൾ വ്യാവസായിക വിപ്ലവം കാരണം അമിതോൽപാദനം ഉണ്ടാവുകയും അത് കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്തിലേക്കും നയിച്ചു. ഓട്ടോമൻ സാമ്രാജ്യത്തിനെ കീഴടക്കുന്നതിന് വേണ്ടി നടന്ന സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് പൗരസ്ത്യ യൂറോപ്യൻ സമസ്യ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിനെ കീഴടക്കുന്നതിന് വേണ്ടി നടന്ന സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിനെ എന്തെന്നറിയപ്പെടുന്നു? പൗരസ്ത്യ യൂറോപ്യൻ സമസ്യ എന്നറിയപ്പെടുന്നു. അതിൽ ആദ്യത്തെ എന്താണെന്ന് നോക്കാം. പാൻസ്ലാവ് പ്രസ്ഥാനം. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിലേക്ക് ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. ഇതിനായി ഈ മേഖലയിൽ റഷ്യയുടെ സഹായത്തോടെ സ്വീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ എന്താണ് പാൻസ്ലാവ് പ്രസ്ഥാനം? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിലേക്ക് ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. ഇതിനായി ഈ മേഖലയിൽ റഷ്യയുടെ സഹായത്തോടെ സ്വീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം. ഇനി അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അതെന്താണെന്ന് നോക്കാം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കാനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്തായിരുന്നു? ഇതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. എന്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം? മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കാനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. ഇതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനം ആരുടെ സഹായത്തോടെ രൂപീകരിച്ചതാണ്? റഷ്യയുടെ സഹായത്തോടെ. പാൻ ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൾക്കൻ മേഖല. അപ്പം ബാൾക്കൻ മേഖല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൾക്കൻ മേഖല. ഇത് ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലാണ്. അപ്പം ഈ ബാൾക്കൻ മേഖല ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള പ്രദേശമാണ്. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളും പ്രദേശവും ചേർന്ന് ഒറ്റ രാഷ്ട്രമാക്കി മാറ്റണമെന്ന ആഗ്രഹം ജർമ്മനിക്കുണ്ടായിരുന്നു. ബാൾക്കൻ പ്രദേശം അധീനതയിലാക്കണമെന്ന ആഗ്രഹം ജർമ്മനിക്കുണ്ടായിരുന്നു. അപ്പം ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളും പ്രദേശവും ചേർന്ന് ഒറ്റ രാഷ്ട്രമാക്കി മാറ്റണമെന്ന ആഗ്രഹം ജർമ്മനിക്കുണ്ടായിരുന്നു. ബാൾക്കൻ പ്രദേശം അധീനതയിലാക്കണമെന്ന ആഗ്രഹം ജർമ്മനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഓസ്ട്രിയ ബാൾക്കൻ പ്രദേശത്തിനു മേൽ അവകാശവാദം ഉന്നയിച്ചത്. ജർമ്മനി ഓസ്ട്രിയയെ പിന്തുണച്ചു. ഇതിനെ സെർബിയ എതിർത്തു. സെർബിയയുടെ വാദം വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ബാൾക്കൻ പ്രദേശത്തിന് അവകാശം സെർബിയയ്ക്ക് വേണമെന്നായിരുന്നു. സെർബിയയെ റഷ്യ പിന്തുണച്ചു. അപ്പം എന്താണ്? ബാൾക്കൻ പ്രദേശത്തിന് മേൽ ജർമ്മനിക്കൊരു കണ്ണുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഓസ്ട്രിയ ബാൾക്കൻ പ്രദേശത്തിനു മേൽ അവകാശവാദം ഉന്നയിച്ചത്. അപ്പോൾ ഓസ്ട്രിയയുടെ ഈ അവകാശവാദത്തെ ജർമ്മനി പിന്തുണച്ചു. അപ്പോൾ ജർമ്മനിയും ഓസ്ട്രിയയും തമ്മിൽ വളരെയധികം സൗഹാർദ്ദത്തിലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഓസ്ട്രിയയെ ജർമ്മനി പിന്തുണച്ചത്. അപ്പം ഓസ്ട്രിയ ബാൾക്കൻ പ്രദേശത്തിന് മേൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഇതിനെ സെർബിയ എതിർത്തു. സെർബിയയുടെ വാദമനുസരിച്ച് വംശീയതയുടെ അടിസ്ഥാനത്തിൽ ബാൾക്കൻ പ്രദേശങ്ങളുടെ അവകാശം ആർക്കാണ്? സെർബിയയ്ക്ക് വേണമെന്നായിരുന്നു അവർ വാദിച്ചത്. അപ്പോൾ സെർബിയയുടെ ഈ അവകാശവാദത്തെ റഷ്യ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. സെർബിയയും റഷ്യയും തമ്മിൽ സൗഹാർദ്ദത്തിലായിരുന്നു. അതിനാൽ സെർബിയയെ റഷ്യ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. 1908 ബാൾക്കൻ പ്രദേശത്തിലെ ബോസ്നിയ, ഹെർസോഗോവ് എന്നീ പ്രദേശം ഓസ്ട്രിയ പിടിച്ചെടുത്തു. ഇതിനെതിരെ സെർബിയ വന്നു. സെർബിയയെ സഹായിക്കാൻ റഷ്യയും എത്തി. അപ്പോൾ 1908 ബാൾക്കൻ പ്രദേശത്തിലെ ബോസ്നിയ, ഹെർസോഗോവ് എന്നീ പ്രദേശങ്ങൾ ഓസ്ട്രിയ പിടിച്ചെടുത്തു. ഓസ്ട്രിയ പിടിച്ചെടുത്തപ്പം ഇതിനെ സെർബിയ എതിർത്തു. സെർബിയയെ സഹായിക്കാൻ അപ്പോൾ ആരെത്തി? റഷ്യയും എത്തി. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വെച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്രാജ്യത്വം. അപ്പോൾ സാമ്രാജ്യത്വ മത്സരം ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതിരിച്ചു. അക്രമദേശീയത, അതായത് തീവ്രദേശീയത, അത്
എന്തിലോട്ട് വഴിതെളിച്ചു? ഒന്നാം ലോക മഹായുദ്ധത്തിനൊരു കാരണമായി. പിന്നെ സൈനിക സഖ്യങ്ങൾ, 2 സൈനിക ചേരികളുണ്ടായിരുന്നു, അത് ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള കാരണമായി. പിന്നെ അന്താരാഷ്ട്ര സന്ധികൾ നമ്മളിനി പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇതും എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു കാരണമാണ്. അന്താരാഷ്ട്ര സംഘടനയുടെ അഭാവം. അപ്പം ഒരു യുദ്ധമുണ്ടായാൽ അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനോ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനോ ഒരു അന്താരാഷ്ട്ര സംഘടന ഇല്ലായിരുന്നു. അപ്പം ആ ഒരു അഭാവവും ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായി. പിന്നെ പെട്ടെന്നുള്ള കാരണമെല്ലാം ഇനി നമ്മളടുത്ത് പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെയാണ് പ്രതികരണ പ്രസ്ഥാനം. എന്താണ് പ്രതികരണ പ്രസ്ഥാനം എന്ന് നോക്കാം. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈഡ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കാനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികരണ പ്രസ്ഥാനം. അപ്പോൾ എന്താണ് പ്രതികരണ പ്രസ്ഥാനം? 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈഡ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികരണ പ്രസ്ഥാനം. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില പ്രതിസന്ധിയിലേക്ക് നയിച്ചു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി എന്നിവ. അപ്പോൾ നമ്മൾ ഒന്നാം ലോകത്തിലേക്ക് കാരണമായ പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പ്രതിസന്ധിയാണ് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി എന്നിവ. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. 1. മൊറോക്കൻ പ്രതിസന്ധി. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡിറിയിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. അപ്പോൾ എന്താണ് മൊറോക്കൻ പ്രതിസന്ധി? 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. അപ്പോൾ ഇതേ തുടർന്ന് മൊറോക്കൻ തുറമുഖമായ അഗഡിറിയിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പൽ അയച്ചു. തുടർന്ന് അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. അപ്പോൾ ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ബാൾക്കൻ പ്രതിസന്ധിയെക്കുറിച്ചാണ്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൾക്കൻ മേഖല. അപ്പം നമ്മളിത് ബാൾക്കൻ മേഖല ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു. അപ്പം ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബാൾക്കൻ പ്രദേശം. ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മേഖലയാണ് ബാൾക്കൻ. 1912 തുർക്കിയെ പരാജയപ്പെടുത്താൻ സഹായിച്ച ബാൾക്കൻ സഖ്യ രാജ്യങ്ങളാണ് മൊണ്ടിനിഗ്രോ, ബൾഗേറിയ, ഗ്രീസ്, സെർബിയ. യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. അപ്പം ഈ ബാൾക്കൻ മേഖല എന്ന് പറയുന്നത് ഓട്ടോമൻ തുർക്കിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ 1912 തുർക്കിയെ പരാജയപ്പെടുത്താൻ സഹായിച്ച ബാൾക്കൻ സഖ്യ രാജ്യങ്ങളാണ് മോണ്ടിനിഗ്രോ, ബൾഗേറിയ, ഗ്രീസ്, സെർബിയ. അപ്പോൾ ഈ യുദ്ധത്തിൽ അവർ വിജയിക്കുകയും യുദ്ധാനന്തരം നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 2 പ്രതിസന്ധികളാണ്, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായ 2 പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മളിനി നോക്കിയത്. ഇനി ഒരു പ്രതിസന്ധി കൊണ്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റവും ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു പ്രധാന കാരണമാണ്. ഇത് നമ്മൾ മൂന്നാമത്തെ പ്രതിസന്ധിയാണ് നോക്കാൻ പോകുന്നത്, ബാഗ്ദാദ് റെയിൽ പ്രതിസന്ധി. ജർമ്മനിയിലെ ബെർലിനെയും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ബാഗ്ദാദിനെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബാഗ്ദാദ് റെയിൽവേ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇത് ജർമ്മനിയുടെ വ്യാപാര സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ബ്രിട്ടനും റഷ്യയും ഭയപ്പെട്ടു. അപ്പോൾ എന്താണ് ബാഗ്ദാദ് റെയിൽവേ പ്രതിസന്ധി എന്ന് പറയുന്നത്? ജർമ്മനിയിലെ ബെർലിനെയും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ബാഗ്ദാദിനെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബാഗ്ദാദ് റെയിൽവേ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇത് ജർമ്മനിയുടെ വ്യാപാര സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ബ്രിട്ടനും റഷ്യയും ഭയപ്പെട്ടു. ജർമ്മനി പേർഷ്യൻ ഗൾഫിലേക്കും ഓട്ടോമൻ സാമ്രാജ്യം ഈജിപ്തിലേക്കും സ്വാധീനം വ്യാപിപ്പിക്കുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും കരുതി. അപ്പോൾ ഇതും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നായി മാറി.
ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. അപ്പോൾ ഈ സാമ്രാജ്യത്തിന് വേണ്ടിയുള്ള തർക്കമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള കാരണങ്ങളിലൊന്നായി പറയപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം: ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ് ബോസ്നിയയുടെ തലസ്ഥാനമായ സരായാവോയിൽ വെച്ച് വധിക്കപ്പെട്ടു 1914 ജൂണിൽ. അപ്പോൾ എന്താണ്? ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ് ബോസ്നിയയുടെ തലസ്ഥാനമായ സരായാവോയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ച സെർബിയൻ യുവാവായിരുന്നു ഗാവ്ലോ പ്രിൻസപ്പ്. ഗാവ്ലോ പ്രിൻസപ്പ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനയാണ് ബ്ലാക്ക് ഹാൻഡ്. സെർബിയയാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ച് ഓസ്ട്രിയ 1914 ജൂലൈ 28 സെർബിയയുടെ മേൽ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള പെട്ടെന്നുള്ള കാരണം എന്താണ്? ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിൻ്റെ മരണമാണ്. എവിടെ വെച്ചാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്? ബോസ്നിയയുടെ തലസ്ഥാനമായ സരായാവോയിൽ വെച്ചാണ് വധിക്കപ്പെട്ടത്. 1914 ജൂണിലാണ്. ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ച സെർബിയൻ യുവാവായിരുന്നു ഗാവ്ലോ പ്രിൻസപ്പ്. ഗാവ്ലോ പ്രിൻസപ്പ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനയാണ് ബ്ലാക്ക് ഹാൻഡ്. അപ്പം സെർബിയയാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ച്, അതായത് ഈ കിരീടാവകാശിയുടെ മരണത്തിന് കാരണം സെർബിയയാണ് എന്ന് കാരണമെന്ന് പ്രഖ്യാപിച്ച് ഓസ്ട്രിയ 1914 ജൂലൈ 22 സെർബിയയുടെ മേൽ യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രങ്ങളും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. അപ്പം എന്താണ്? ഏതാനും രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ തർക്കങ്ങൾ അത് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. ലോകത്തെ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രങ്ങളും നേരിട്ടോ അല്ലാതെയോ യുദ്ധത്തിൽ പങ്കാളിയായി. അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്ന് അറിയപ്പെട്ടു. അപ്പം ഇതിൽ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രങ്ങളും നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധത്തിൽ പങ്കാളിയായി. അതിനാൽ തന്നെ ഈ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്ന് അറിയപ്പെട്ടു. ഫ്രാൻസിസ് ഫെർഡിനൻഡ് വധിക്കപ്പെട്ട നഗരം എന്താണ്? സാരായാവോയിൽ വെച്ചിട്ടാണ്. അത് ബോസ്നിയയുടെ തലസ്ഥാനമാണ്. യുദ്ധത്തിൻ്റെ ഗതി: അപ്പം ഈ യുദ്ധം എങ്ങനെയാണ് മുന്നോട്ട് പോയത്, ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇനി നോക്കുന്നത്. ജർമ്മനിക്ക് ഫ്രാൻസിനെ ആക്രമിക്കണമായിരുന്നു. അപ്പം ജർമ്മനിക്ക് ആദ്യമേ തന്നെ ഫ്രാൻസിനെ ആക്രമിക്കണമെന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ജർമ്മനി ഫ്രാൻസിനെ ആക്രമിച്ചു. എന്നാൽ ഫ്രാൻസ് ജർമ്മനിക്കെതിരെ പൊരുതി നിൽക്കുകയും ഈ യുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ ഫ്രാൻസ് ജയിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ജർമ്മനിക്ക് ഫ്രാൻസിനെ ആക്രമിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ജർമ്മനി ഫ്രാൻസിനെ ആക്രമിച്ചു. എന്നാൽ ഈ ആക്രമണത്തിനെതിരെ ഫ്രാൻസ് പൊരുതി നിൽക്കുകയും ആ യുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ ഫ്രാൻസ് ജയിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ജയിച്ചപ്പോഴത്തേക്കും ജർമ്മനി അടുത്ത പദ്ധതി ഉണ്ടാക്കി. റഷ്യ വലിയ രാജ്യമാണെന്നും എന്നാൽ സൈനിക ശക്തിയിൽ ദുർബലമാണെന്നും ജർമ്മനിക്കറിയാമായിരുന്നു. കാരണം 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നു. അതിൽ റഷ്യ തോൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ജർമ്മനിക്ക് ഫ്രാൻസിനെ ആക്രമിക്കണമെന്നുണ്ടായിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ അടുത്ത പദ്ധതിയായിരുന്നു റഷ്യയുടെ കാര്യത്തിൽ. അതായത് റഷ്യ വലിയ രാജ്യമാണെങ്കിലും അതിൻ്റെ സൈനിക ശക്തി ദുർബലമാണെന്ന് ജർമ്മനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇപ്പം ആക്രമിക്കണ്ട, എപ്പോൾ വേണമെങ്കിലും റഷ്യ ആക്രമിക്കാം എന്നുള്ള ഒരു ഉദ്ദേശവും ജർമ്മനിക്ക് ഇതിലുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാവാൻ കാരണം 1905 റഷ്യയും ജപ്പാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ റഷ്യ തോൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും റഷ്യ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്നൊരു ബുദ്ധി ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. അടുത്ത ജർമ്മനിയുടെ പദ്ധതി ബെൽജിയത്തെ ആക്രമിക്കുക എന്നായിരുന്നു. അങ്ങനെ ജർമ്മനി ബെൽജിയത്തെ ആക്രമിച്ചു. എന്നാൽ ബെൽജിയം അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ബെൽജിയം ഫ്രാൻസിൻ്റെ കൂടെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പം ജർമ്മനി ആദ്യം ഫ്രാൻസിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ അടുത്ത പദ്ധതിയിട്ട് റഷ്യയെ പിന്നീട് ആക്രമിക്കാമെന്ന ചിന്തയിലിരുന്നു. തുടർന്ന് ജർമ്മനി ബെൽജിയത്തെ ആക്രമിച്ചു. എന്നാൽ ബെൽജിയം അതിനെ എതിർത്ത് നിൽക്കുകയും ബെൽജിയം ഫ്രാൻസിൻ്റെ കൂടെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രിട്ടനും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പം ബെൽജിയത്തെ ജർമ്മനി ആക്രമിച്ചതിനാൽ ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓട്ടോമൻ സാമ്രാജ്യം കേന്ദ്ര ശക്തികളോടൊപ്പം കൂടി. അതായത് കേന്ദ്ര ശക്തികളെന്ന് പറയുമ്പോഴത്തേക്കും ജർമ്മനിയോടൊപ്പം കൂടി.
അപ്പോൾ പല രാജ്യങ്ങളും ഇരുചേരികളായിട്ട് നിന്ന് യുദ്ധം ചെയ്തു. അപ്പം യുദ്ധത്തിൽ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് റഷ്യ യുദ്ധത്തിൽ നിന്നും പിന്മാറി. അപ്പം ഈ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്താണ് റഷ്യൻ വിപ്ലവം നടന്നത്. നമ്മൾ റഷ്യൻ വിപ്ലവം പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. റഷ്യ ഒരു സന്ധിയുടെ അടിസ്ഥാനത്തിൽ, അത് സന്ധി ഒപ്പിട്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയത്. റഷ്യയുടെ പല ഭാഗങ്ങളും യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് അവർക്ക് സന്ധിയിലൂടെ അവർക്ക് കൊടുത്തിട്ടാണ് റഷ്യ യുദ്ധത്തിൽ നിന്നും പിന്മാറിയത്. ഇത് റഷ്യൻ വിപ്ലവത്തിൽ നമ്മൾ വളരെ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നോക്കണം. റഷ്യ പിന്മാറിയപ്പോൾ കേന്ദ്ര ശക്തികളുടെ വിജയ സാധ്യത വർദ്ധിച്ചു. അപ്പോൾ റഷ്യ പിന്മാറിയപ്പോൾ എന്താണ് കേന്ദ്ര ശക്തികൾ വിചാരിച്ചു? അവർക്ക് വളരെ എളുപ്പം വിജയിക്കാമെന്ന് വിചാരിച്ചു. ഈ അവസരത്തിൽ ജർമ്മനി ഒരു തന്ത്രം പ്രയോഗിച്ചു. അമേരിക്കയുടെ താഴെയുള്ള മെക്സിക്കോയിലേക്ക് ഒരു കത്തയച്ചു. അവർ അമേരിക്കയെ കീഴ്പ്പെടുത്തിയാൽ അവർക്ക് ജർമ്മനി എല്ലാ സഹായവും ചെയ്യാമെന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം. അപ്പോൾ ആദ്യം തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും മാറി നിന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കാതെ യുദ്ധത്തിൽ നിരീക്ഷിക്കില്ലെങ്കിൽ യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തത്, ആയുധം വിതരണം ചെയ്തത് അമേരിക്കയായിരുന്നു. അപ്പം ആദ്യം യുദ്ധത്തിൽ നിന്നും അമേരിക്ക വിട്ടുമാറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പം എന്താണ്, റഷ്യ പിന്മാറിയതോടെ കേന്ദ്ര ശക്തികളുടെ വിജയസാധ്യത വർദ്ധിച്ചു. അപ്പോൾ ഈ അവസരത്തിലാണ് ജർമ്മനി ഒരു തന്ത്രം പ്രയോഗിച്ച് അമേരിക്കയ്ക്ക് താഴെയുള്ള മെക്സിക്കോയിലേക്ക് ഒരു കത്തയച്ചത്. ഈ മെക്സിക്കോ അമേരിക്കയെ കീഴ്പ്പെടുത്തിയാൽ ഈ മെക്സിക്കോയ്ക്ക് വേണ്ട എല്ലാ സഹായവും ജർമ്മനി ചെയ്തു തരാമെന്നായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. ഒരു കത്താണ് അയച്ചത്. എന്നാൽ ഈ കത്ത് ബ്രിട്ടൻ ഇടയ്ക്ക് വെച്ച് പിടിക്കുകയും ബ്രിട്ടൻ നേരിട്ട് മെക്സിക്കോയ്ക്ക് അയക്കാതെ അമേരിക്കയിലേക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 1917 അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുത്തു. അപ്പം ഈ കത്ത് കാരണം അമേരിക്ക എന്ത് ചെയ്തു? 1917 യുദ്ധത്തിൽ പങ്കെടുത്തു. അമേരിക്ക ത്രികക്ഷി സൗഹാർദ്ദത്തോട് ചേർന്നാണ് യുദ്ധം ചെയ്തത്. തുടർന്ന് 1918 ജർമ്മനി പരാജയം സമ്മതിച്ചു. തുടർന്ന് സഖ്യശക്തികൾ ജയിച്ചു. അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? സഖ്യശക്തികളാണ് ജയിച്ചത്. സഖ്യശക്തികളുടെ കൂടെ നിന്ന രാജ്യങ്ങളാണ് സെർബിയ, ബെൽജിയം, ഇറ്റലി, പോർച്ചുഗൽ, ഗ്രീസ്, ജപ്പാൻ, മൊണ്ടിനെഗ്രോ, റൊമാനിയ, USA എന്നിവ. അപ്പോൾ 1917 അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുത്തു. തുടർന്ന് അമേരിക്ക ത്രികക്ഷി സൗഹാർദ്ദത്തോട് ചേർന്നാണ് യുദ്ധം ചെയ്തത്. 1918 ആയപ്പോൾ ജർമ്മനി പരാജയം സമ്മതിച്ചു. ഇതേ തുടർന്ന് സഖ്യശക്തികളാണ് യുദ്ധത്തിൽ വിജയിച്ചത്. സഖ്യശക്തികളുടെ കൂടെ നിന്ന രാജ്യങ്ങളാണ് സെർബിയ, ബെൽജിയം, ഇറ്റലി, പോർച്ചുഗൽ, ഗ്രീസ്, ജപ്പാൻ, മൊണ്ടിനെഗ്രോ, റൊമാനിയ, USA എന്നിവ. കേന്ദ്ര ശക്തികളുടെ ഭാഗമായി നിന്നവരാണ് ബൾഗേറിയ, തുർക്കി തുടങ്ങിയവ. ഒന്നാം ലോക മഹായുദ്ധം നാശം വിതച്ച ജർമ്മൻ കപ്പലാണ് പാന്തർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ സേന തകർത്ത ബ്രിട്ടീഷ് യാത്രക്കപ്പലാണ് ലൂസിറ്റാനിയ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രത്യേകത: ചരിത്രത്തിലാദ്യമായി ആകാശയുദ്ധം നടന്നതും വിഷവാതക പ്രയോഗം നടന്നതും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നാശം വിതച്ച ജർമ്മൻ കപ്പലായിരുന്നു പാന്തർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ സേന തകർത്ത ബ്രിട്ടീഷ് യാത്രാ കപ്പലാണ് ലൂസിറ്റാനിയ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രത്യേകത: ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം നടന്നതും വിഷവാതക പ്രയോഗം നടന്നതും ഒന്നാം ലോക മഹായുദ്ധത്തിലാണ്. വിഷവാതകം ആദ്യമായി ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങളാണ് ഫോസ്ജീനും ക്ലോറിനും. ലോകത്തിൽ ആദ്യമായി യുദ്ധ ടാങ്ക് നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത രാജ്യമാണ് ബ്രിട്ടൻ. റഷ്യയെ ജർമ്മനി പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഡാനൻബർഗ് യുദ്ധം. അപ്പോൾ വിഷവാതകം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങളാണ് ഫോസ്ജീനും ക്ലോറിനും. ലോകത്തിൽ ആദ്യമായി യുദ്ധ ടാങ്ക് നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത രാജ്യമാണ് ബ്രിട്ടൻ. റഷ്യയെ ജർമ്മനി പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഡാനൻബർഗ് യുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം. 1916 നടന്നത്. ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ജട്ട്ലാൻഡ് നാവിക യുദ്ധം. ഒരേ സമയം കര, കടൽ, ആകാശം എന്നിവിടങ്ങളിൽ നടന്ന യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം. യുദ്ധത്തിൽ മൈൻ, ഷെൽ എന്നിവ ഉപയോഗിച്ചു. ബോംബ് വർഷിക്കാൻ വിമാനങ്ങൾ ഉപയോഗിച്ചു. അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം. 1916 യുദ്ധം നടന്നത്. ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ജട്ട്ലാൻഡ് നാവിക യുദ്ധം.
ഒരേ സമയം കര, കടൽ, ആകാശം എന്നിവിടങ്ങളിൽ നടന്ന യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം. യുദ്ധത്തിൽ മൈൻ, ഷെൽ എന്നിവ ഉപയോഗിച്ചു ബോംബ് വർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിമാനങ്ങൾ ഉപയോഗിച്ചു. അപ്പം ഇതെല്ലാം തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് നടന്നത്. ആദ്യമായി ഇതെല്ലാം നടന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലാണ്. യുദ്ധപ്രഖ്യാപനവും വർഷവും. 1914 ജൂലൈ 28 ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. കിരീടാവകാശിയെ വധിച്ചതുകൊണ്ടാണ് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാണ് 1914 ജൂലൈ 28. 1914 ജൂലൈ 29 സെർബിയ ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിന് കാരണം ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിനാൽ ഓസ്ട്രിയയും സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പം 1914 ജൂലൈ 28 യുദ്ധപ്രഖ്യാപനം ആദ്യമായിട്ട് നടന്നത്. അത് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ്. ഇതിന് കാരണം കിരീടാവകാശിയെ വധിച്ചത് കൊണ്ടാണ്. രണ്ടാമത് 1914 ജൂലൈ 29 സെർബിയ ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിന് കാരണം ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിനാൽ ഓസ്ട്രിയയും സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ജൂലൈ 31 റഷ്യ ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയൻ അധിനിവേശം. സെർബിയയും റഷ്യയും തമ്മിലുള്ള സൗഹാർദ്ദം കാരണം ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ റഷ്യ ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ഓഗസ്റ്റ് 1 ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയക്കെതിരെ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചതിനാൽ ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയയും ജർമ്മനിയും തമ്മിലുള്ള സൗഹൃദം. അപ്പം 1914 ജൂലൈ 31 അടുത്ത യുദ്ധപ്രഖ്യാപനം നടന്നത്. അത് റഷ്യ ഓസ്ട്രിയക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചത്. ഇത് ഓസ്ട്രിയൻ അധിനിവേശം. സെർബിയയും റഷ്യയും തമ്മിലുള്ള സൗഹാർദ്ദം കാരണം ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ റഷ്യ ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ഓഗസ്റ്റ് 1 ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്തിനാണ് ഓസ്ട്രിയക്കെതിരെ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചതിനാൽ ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയയും ജർമ്മനിയും തമ്മിലുള്ള സൗഹൃദം കാരണം. ഇനി അഞ്ചാമത്തെ 1914 ഓഗസ്റ്റ് 3 ജർമ്മനി ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിന് കാരണം ഫ്രാൻസും റഷ്യയും ജർമ്മനിയെ ആക്രമിക്കുന്നതിനാൽ. അപ്പോൾ 1914 ഓഗസ്റ്റ് 3 ജർമ്മനി ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിന് കാരണം ഫ്രാൻസും റഷ്യയും ജർമ്മനിയെ ആക്രമിക്കുന്നതിനാൽ. ഇനി 1914 ഓഗസ്റ്റ് 4 ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജർമ്മനി ബെൽജിയത്തെ ആക്രമിച്ചതിനാൽ. അപ്പോൾ എന്തിനാണ് ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു? അത് ജർമ്മനി ബെൽജിയത്തെ ആക്രമിച്ചതിനാലാണ്. ഇത് 1914 ഓഗസ്റ്റ് 4 ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ യുദ്ധപ്രഖ്യാപനവും വർഷവും ഒരു കൺഫ്യൂസിങ് ഫാക്റ്റാണ്. ഇത് മനസ്സിലാക്കി പഠിക്കണം. എന്തായാലും ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അപ്പം ഡൗട്ടില്ലാതെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ്. അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ, സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഈ ഭാഗം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.